എന്നാൽ മിഅ്റാജിന് മാത്രം ഒരു നോമ്പ് അള്ളാഹുവിന്റെ പ്രവാചകൻ നോറ്റിട്ടില്ല, അബൂബക്കർ റളിയല്ലാഹു അൻഹു നോറ്റിട്ടില്ല, സഹാബാക്കൾ നോറ്റിട്ടില്ല, ഖുലഫാഉർ റാഷിദുകൾ നോറ്റിട്ടില്ല, ഒരാളും നോറ്റിട്ടില്ല. മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ വിഷയത്തിൽ പറയുന്ന റഹിമഹുല്ലാഹ് പറയുന്ന ഫത്വ വഅമ്മ സൗമു റജബ് ബിഖുസൂസിഹി, റജബ് മാസത്തിൽ പ്രത്യേകമായിട്ടുള്ള ഒരു നോമ്പ് എന്ന് പറയുന്നത് ഫഅഹാദീതു കുല്ലുഹാ ദഈഫ, അതിൽ ഉദ്ധരിക്കുന്ന 60 ദിവസത്തെ 60 കൊല്ലത്തെ ആരാധനക്ക് സമാനമാണ് എന്ന ഹദീസുകൾ യൂട്യൂബിൽ കാണുന്നുണ്ട്. 10 കൊല്ലം നിസ്കരിച്ചതിന് സമാനാണ് യൂട്യൂബ് കാണുന്നുണ്ട്. ചില മൗലവിമാരും ഉസ്താദുമാരും പറയുന്നുണ്ട് അവർക്ക് അത് മതി എന്ന് പറയുന്നുണ്ട്. അത് മുഴുവൻ ദുർബലമായ ഹദീസാണ്, പ്രവാചകൻ പറഞ്ഞതല്ല, മറിച്ച് കെട്ടിച്ചമച്ച മുൻഖത്തിആയ പ്രവാചകനിലേക്ക് എത്താത്ത പിന്നീട് പ്രവാചകന്റെ പേരിൽ ഉണ്ടാക്കപ്പെട്ട കള്ള ഹദീസുകളാണ്. ആ ഹദീസുകളല്ല നമ്മുടെ പ്രമാണമാകേണ്ടത്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ഒരു വാചകം കൂടി പറഞ്ഞ് എന്റെ ക്ലാസ് അവസാനിപ്പിക്കാൻ, മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അ, ഒരാൾ ഇസ്ലാമിൽ പുതിയ ഒരു നോമ്പ്, ഒരു നിസ്കാരം, ഒരു പുതിയ ഖുർആൻ പാരായണം, വ്യാഴാഴ്ച എന്നും 3 ആൾക്കാർ കൂടിയിട്ട് 11:30 ഉള്ളിൽ ഖുർആൻ സൂറത്ത് ഗഹഫ് ഓതിയ പ്രത്യേക പുണ്യുണ്ട് എന്ന പോലെ ഇസ്ലാം പഠിപ്പിക്കാത്ത ഒരു പുതിയ ആരാധന മതത്തിന്റെ പേരിൽ കൊണ്ടുവന്നു. യറാഹ ഹസന, നല്ലതല്ലേ, സ്വർഗം കിട്ടൂലേ, നരകത്ത് പോണതല്ലല്ലോ, ഏതായാലും ഖുർആൻ ഓതുന്നതല്ലേ, അതാ ദിവസമാക്കിയല്ലേ, അതിലിപ്പോ എന്താ തെറ്റ് എന്ന് നന്മ വിചാരിച്ചിട്ട് ചെയ്തതാണ്. യഥാർത്ഥത്തിൽ അവൻ വാദിക്കുന്നത് അന്ന മുഹമ്മദ് ഖദ് ഖാന ഫീ റിസാലത്തിഹി, യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകന്റെ ദൗത്യ നിർവഹണത്തിൽ വഞ്ചന കാണിച്ച് മരിച്ചുപോയ ചതിയനായ നബിയാണ് എന്ന് വാദിക്കുന്നതിന് സമാനമാണ്. കാരണം സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന മുഴുവൻ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ട് അത് സാക്ഷ്യപ്പെടുത്തിയിട്ടാണ് നബി മരണപ്പെട്ടു പോയത്. ആ മരണപ്പെട്ടു പോയ നബി നരകത്ത് നകറ്റുന്ന മുഴുവൻ കാര്യങ്ങളും പഠിപ്പിച്ചിട്ടാണ് മരണപ്പെട്ടു പോയത്. അത് സഹാബാക്കളോട് സാക്ഷിത്വം ചോദിച്ചതാണ്. ആ പഠിപ്പിച്ചതിലില്ലാത്ത ഒരു മിഅ്റാജ് നോമ്പ്, ആ പഠിപ്പിച്ചതിലില്ലാത്തൊരു റഗായിബ് നമസ്കാരം, ആ പഠിപ്പിച്ചതിലില്ലാത്തൊരു പ്രത്യേകമായ ദിക്ർ, ആ പഠിപ്പിച്ചതിലില്ലാത്ത പ്രത്യേകമായ ഒരു മജ്ലിസ് ഒരാൾ കൂടിയിട്ട് അത് പുണ്യമല്ലേ എന്ന് വാദിച്ചാൽ നബി വഞ്ചന കാണിച്ചു, ഈ നന്മയൊന്നും പഠിപ്പിക്കാതെയാണ് നബി മരണപ്പെട്ടു പോയത് എന്ന് വാദിക്കുന്നതിന് സമാനമാണ് എന്നാണ്. അതിൽ നമ്മൾ പെടരുത്. അതുകൊണ്ട് ദീനിയാവുക, അള്ളാഹുവിനെ സ്നേഹിക്കുക, ആരുടെ മുന്നിലും ആദർശം അടിയറവ് പറയാതെ ധീരമായി ജീവിക്കുക, തൗഹീദ് മുറുകെ പിടിക്കുക, മക്കളെയും ക്ലാസുകൾക്ക് കൊണ്ടുവരിക, ജുമഅ മുടങ്ങാതിരിക്കുക, ഹറാമായ കാര്യത്തിൽ നിന്ന് മക്കളോട് ഗൗരവത്തോടെയും സ്നേഹത്തോടെയും വിലക്കുകൾ ഏർപ്പെടുത്തുക, നന്മകളെ അവരിൽ നിന്ന് പ്രോത്സാഹിപ്പിക്കുക, ഹറാമായ വിദഅത്തായ ശിർക്കായ കാര്യത്തിൽ നിന്ന് മാറി നിൽക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.